ആദ്യം എറണാകുളം കോതമംഗലം അടിവാട് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഗ്യാലറി തകർന്നു വീണ് അപകടമുണ്ടായിരിക്കുന്നു. അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു എന്നാണ് വിവരങ്ങൾ ലഭ്യമാകുന്നത്. ശ്യാം പ്രസാദ് ഉത്തമനാണ് ചേരുന്നത്. ശ്യാം, എപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടാകുന്നത്? എത്രത്തോളം ആളുകൾ ഈ ഗ്യാലറിയിൽ ഉണ്ടായിരുന്നു? അപകടം എങ്ങനെ, ആർക്കൊക്കെ പരിക്കേറ്റു എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരങ്ങൾ? ശ്യാം പ്രസാദ്. അടിവാടാണ് ഫുട്ബോൾ ടൂർണമെന്റിനിടെ ഗ്യാലറി തകർന്നു വീണ അപകടം ഉണ്ടായത്. അപകടത്തിൽ ഏകദേശം 20ഓളം പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ഈ പരിക്ക് പറ്റിയ ആളുകൾക്ക് അത്ര ഗുരുതരമല്ല. 15 പേരെ ഈ കോതമംഗലത്തെ ബസേലിയസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ പരിക്ക് പറ്റിയിരിക്കുന്നത് കൈക്കും കാലിനുമൊക്കെ ഒടിവും മറ്റുമൊക്കെയാണ് എന്നാണ് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഏകദേശം വലിയൊരു ഗ്രൗണ്ടാണ്. സാധാരണഗതിയിൽ കോതമംഗലത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ അടിവാട് ഗ്രൗണ്ടിൽ, വലിയൊരു ഗ്രൗണ്ടിൽ ടൂർണമെന്റ് നടത്തി വരികയായിരുന്നു. അതിനിടെയാണ് ഈ അപകടം ഉണ്ടായത്. ഈ ടൂർണമെന്റ് കാണാൻ ഏകദേശം 4,000-ഓളം വരുന്ന ഒരു കാണികൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിനിടയിലാണ് ഈ സാധാരണ ഗ്രൗണ്ടിൽ തയ്യാറാക്കിയ നിർമ്മിച്ച സ്റ്റേഡിയമാണ് അത് തകരുകയും ഈ ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുള്ളത്. നിലവിൽ ഈ രക്ഷാപ്രവർത്തനം അവിടെ ഉണ്ടായിരുന്ന ആളുകൾ തന്നെയാണ് നടത്തിയത്. ഇപ്പോൾ ഏകദേശം 20ഓളം പേർക്കാണ് പരിക്ക് പറ്റിയത് എന്നാണ് പ്രാഥമികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ 15 പേരെ ബസേലിയസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ശ്യാം, ഈ ടൂർണമെന്റ് നടന്നു വരികയായിരുന്നു. കൂടുതൽ ആളുകൾ 4000 പേരെന്ന് പറയുമ്പോൾ നമുക്കറിയാം നല്ല ജനത്തിരക്ക് ഉള്ള സമയമാണ്. അപ്പോൾ സുരക്ഷാ വീഴ്ചയാണോ പ്രധാനപ്പെട്ട ഈ അപകടത്തിന് വഴിവെച്ചത്? അത് ഏത് ഭാഗത്തെ ഗ്യാലറിയാണ് തകർന്ന് വീണതെന്നാണ് മനസ്സിലാക്കുന്നത്? പ്രാഥമികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ അടിവാട് ഫുട്ബോൾ ഗാലറി തകർന്നു എന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇത് ഈ ഗാലറി തകർന്നത് ഈ വലിയൊരു ജനക്കൂട്ടം ഒരുപക്ഷെ ഈ മത്സരം നടന്നതിന്റെ അവസാന ഘട്ടത്തിലെത്തിയപ്പോഴായിരിക്കാം ഇത്തരത്തിൽ ആവേശവും മറ്റുമൊക്കെ ആയിട്ട് ആളുകൾ ഗാലറിക്കകത്തിരുന്ന്. ഇത് നിർമ്മിച്ച ഗാലറിയാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അങ്ങനെ ഈ ആവേശം കാണിച്ചപ്പോഴായിരിക്കും ഒരുപക്ഷെ സംഭവിച്ചതെന്നാണ് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ കഴിയിട്ടുള്ളത്. എന്നാൽ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നിലവിൽ ലഭ്യമായിട്ടില്ല. ഇതിൽ 20ഓളം പേർക്കാണ് പരിക്ക് ഏറ്റിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ പരിക്ക് പറ്റിയവരുടെ പരിക്കുകൾ അത്ര ഗുരുതരമല്ല എന്ന് കൂടി പങ്കുവയ്ക്കുന്നുണ്ട്. കൈ, കാല് ഒക്കെ ഒടിവുകളാണ് കൂടുതലും ഉണ്ടായിട്ടുള്ളത് എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏകദേശം വൈകിട്ട് ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരമാണ്. ആ വൈകിട്ടോടുകൂടിയാണ് ഈ ഫുട്ബോൾ മത്സരം നടന്നത്. അത് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയ സമയത്താണ് ഈ ഒരു അപകടം ഉണ്ടാകുകയും തുടർന്ന് നാട്ടുകാർ തന്നെ രക്ഷാപ്രവർത്തനവും മറ്റും നടത്തി ഇപ്പോൾ 15ഓളം പേരെ കോതമംഗലം ബസേലിയസ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതായത് താൽക്കാലിക ഗ്യാലറിയാണ് തകർന്നു വീണത്. അപ്പോൾ ഈ ഒരുപാടും കൂടുതൽ പേരും ചെറുപ്പക്കാരൊക്കെ ആയിരുന്നായിരിക്കണം ഈ കാണികളായി എത്തിയത് അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഫുട്ബോളും മറ്റുമൊക്കെ കൂടുതലായിട്ടും കാണാനെത്തുന്നത് നാട്ടുപുറങ്ങളിൽ. ഇങ്ങനെ ഈ വേനലവധിക്കാലത്താണ് ഈ ഫുട്ബോൾ മത്സരങ്ങളും മറ്റുമൊക്കെ ടൂർണമെന്റുകളും മറ്റും നടത്തി വരുന്നത്. അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ യുവാക്കളാണ് കൂടുതലായിട്ടും എത്തിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഈ കളിയുടെ ആവേശം അതിന്റെ അവസാന ലാപ്പിലേക്ക് എത്തിയ സമയത്ത് ഉണ്ടായ ആവേശത്തിനിടയിൽ ഈ താൽക്കാലികമായിട്ട് നിർമ്മിച്ച ഗാലറി ആണല്ലോ. അപ്പോൾ ആ ഗാലറിയിൽ ഉണ്ടായ പ്രശ്നമാണ്. ആ ഗാലറി നിർമ്മാണത്തിലുണ്ടായ അത് കൂടുതൽ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ആ ഗാലറിയാണ് ഇടിഞ്ഞു വീഴുകയും തുടർന്ന് ആളുകൾക്ക് വലിയ തോതിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുള്ളത്. ഏകദേശം 20 പേർക്കാണ് നിലവിൽ പരിക്ക് പറ്റിയിട്ടുള്ളത്. അതിൽ 15 പേരെ കോതമംഗലത്തെ അടിവാട് എന്നത് ഇത് ഭാഗമാണ്. ലൊക്കേഷൻ കൃത്യമായിട്ട് ഏകദേശം പറഞ്ഞാൽ കോതമംഗലത്തിന് ഏകദേശം ഒരു 10 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെയാണ് ഈ അടിവാട് എന്ന് പറയുന്ന അതൊരു നാട്ടിൻപുറം ആണ്. നാട്ടിൻപുറത്തെ പ്രദേശമാണ്. അവിടുത്തെ നാട്ടിൻപുറത്തെ ചെറുപ്പക്കാരുടെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടായ്മയാണ് ഇത്തരത്തിലൊരു ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു വലിയൊരു ഗ്രൗണ്ടാണ്. ഈ ഗ്രൗണ്ടിലാണ്
ഈ സ്റ്റേഡിയം നിർമ്മിക്കുകയും ചെയ്തിട്ടുള്ളത്. അവിടെ നിന്നും ഈ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയം ആയതിനാൽ തന്നെ വൈകിട്ട്, അതായത് രാവിലെ ജോലിക്കും മറ്റുമൊക്കെ പോയി വൈകിട്ട് എത്തുന്ന ആളുകൾ അടക്കം എല്ലാവരും ഈ മത്സരം കാണാൻ എത്തിച്ചേരുന്നതാണ്. അങ്ങനെയാണ് വലിയൊരു ജനക്കൂട്ടം ഉണ്ടായതെന്നാണ് പ്രാഥമികമായിട്ട് ഉൾപ്പെടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാലും വലിയ രീതിയിലുള്ള പരിക്കുകളും മറ്റും ഇല്ല എന്ന് അവിടുത്തെ നാട്ടുകാരിൽ നിന്നുമൊക്കെ പ്രാഥമികമായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. അതായത് പരിക്ക് വലുതായിട്ട് ഗുരുതരമല്ല എങ്കിൽ കൂടി വലിയ ആശങ്ക എന്ന് പറയുന്നത് ഈ 4000-ഓളം ആളുകളുണ്ട്. അപ്പോൾ നമുക്കറിയാം കൊച്ചിയിൽ നേരത്തെ ഉണ്ടായിട്ടുള്ള അപകടങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇത്തരം ചില ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമ്മൾ അടുത്തിടെയും കണ്ടതാണ് കൊച്ചിയിൽ കലൂരിലെ അപകടമൊക്കെ തന്നെ. അപ്പോൾ ഒരു സുരക്ഷ ഒരുക്കുന്നതിൽ വീഴ്ച സംഭവിച്ചു. ഇത്രയും ആളുകളൊക്കെ എത്തുമ്പോൾ ആ ആൾക്കൂട്ടം ഒക്കെ വരുന്നു എന്നതനുസരിച്ചുള്ള ഒരു സുരക്ഷ പാളിച്ച അവിടെ സംഭവിച്ചിട്ടുണ്ടെന്ന് നമുക്ക് പ്രാഥമിക ഘട്ടത്തിൽ നമുക്ക് അനുമാനിക്കാമല്ലേ? തീർച്ചയായിട്ടും ഇത്രയും വലിയൊരു സ്റ്റേഡിയത്തിൽ ഇത്രയും ആളുകളെ ഉൾക്കൊള്ളിക്കുമ്പോൾ ആ സ്റ്റേഡിയത്തിന്റെ ബലക്ഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ എത്രത്തോളം ഉണ്ട് എന്നത് സംബന്ധിച്ച് കൂടുതൽ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നിലവിൽ ഇപ്പോൾ ഈ സ്റ്റേഡിയം താൽക്കാലികമായി നിർമ്മിച്ചതാണെങ്കിൽ പോലും ഈ അളവിൽ കവിഞ്ഞ ആളുകൾ ഒരുപക്ഷെ ഇതിൽ കയറിയിട്ടുണ്ടോ എന്നതടക്കം ഉള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ ഏകദേശം ഒരു വശത്തേക്ക് മാത്രമായിട്ട് ഈ ആളുകൾ കൂടിയിരുന്ന ആകുമോ എന്നതടക്കം എന്തായാലും പരിശോധിക്കേണ്ടി വരും. സ്വാഭാവികമായിട്ടും ഇത്രയും വലിയൊരു കാഷ്വാലിറ്റിയും മറ്റുമൊക്കെ ഉണ്ടായ സാഹചര്യത്തിൽ അതിന്റെ കൂടുതൽ പരിശോധനയും കാര്യങ്ങളുമൊക്കെ അടുത്ത ദിവസം തന്നെ അത് നടത്തുകയും മറ്റുമൊക്കെ ചെയ്യും. നിലവിൽ വലിയ ഒരു ആശങ്ക വിതയ്ക്കുന്ന തരത്തിലുള്ള പരിക്കുകളും മറ്റുമില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് ഒരു മത്സരത്തിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തിയ സമയത്ത് ആളുകൾ സ്റ്റേഡിയത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ ആവേശം കൊള്ളുകയും മറ്റുമൊക്കെ ചെയ്ത ഘട്ടത്തിലാണ്, തുള്ളിച്ചാടുകയും മറ്റുമൊക്കെ ചെയ്ത ഘട്ടത്തിലാണ് ഒരുപക്ഷെ ഈ സ്റ്റേഡിയത്തിന്റെ കൈവരിയും മറ്റും ഇടിയുകയും അങ്ങനെ ആളുകൾ താഴത്തേക്ക് വീഴുകയും ചെയ്തതെന്നാണ്. ഈ ആളുകൾ കൂട്ടത്തോടെ വീണതാണ് ഈ താഴെ ഉണ്ടായിരുന്ന ആളുകൾക്ക് കൂടുതലായിട്ട് പരിക്കേൽക്കാൻ കാരണം എന്നും മനസ്സിലാക്കുന്നു. എന്തായാലും നിലവിൽ ബസേലിയസ് ആശുപത്രിയിൽ 15 പേരെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഏകദേശം 20ഓളം പേർക്കാണ് പരിക്ക് പറ്റിയത് എന്നാണ് നമുക്ക് പ്രാഥമികമായിട്ടും അവിടെ നിന്ന് ലഭിക്കുന്ന. അതായത് ശ്യാം പ്രസാദ്, ഈ ആളുകളൊക്കെ തന്നെ തിക്കും തിരക്കും ആവേശമൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ ആവേശം അങ്ങനെ അണപൊട്ടി, അപ്പോൾ ഈ താങ്ങാവുന്നതിലും അധികം ഒരു ഷെയ്ക്കൊക്കെ ഉണ്ടായിരിക്കാം. അങ്ങനെ ഉണ്ടായ ഒരു അപകടം അല്ലേ? തീർച്ചയായിട്ടും അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ആളുകളിൽ നിന്നും അവർ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ അങ്ങനെ വേണം അനുമാനിച്ചെടുക്കാൻ. അതായത് ഈ സ്റ്റേഡിയം വലിയ സ്റ്റേഡിയമാണ്. ഈ ഗ്രൗണ്ട് ഫ്ലഡ് ലൈറ്റ് ഗ്രൗണ്ടാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ പേർ ഈ കളി കാണാൻ എത്തുകയും അങ്ങനെ ആളുകൾ അടുത്തടുത്ത് ചേർന്ന് ഇരിക്കുകയും പിന്നീട് കളി അതിന്റെ ആവേശഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ ഒരുപക്ഷെ മതിമറന്ന് തുള്ളിച്ചാടുകയും മറ്റുമൊക്കെ ചെയ്തിട്ടുണ്ടാകാം. അങ്ങനെ ഉണ്ടായ ആ ഒരു ആഘാതം ഈ സ്റ്റേഡിയത്തിന്റെ താൽക്കാലികമായി നിർമ്മിച്ച സ്റ്റേഡിയത്തിൽ ഉണ്ടാകുകയും അത് ഒരുപക്ഷെ താങ്ങാനാകാതെ വന്നതായിരിക്കാം ഈ സ്റ്റേഡിയം തകരാനും താഴത്തേക്ക് ഇരിക്കാനും ഇടയായത്. അങ്ങനെയാണ് ആളുകൾ മറിഞ്ഞു വീഴാൻ മറ്റുമൊക്കെ ഇടയായത്. ആളുകൾ പരസ്പരം വീഴുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണ് ഈ കൂടുതൽ പരിക്കുകൾ പറ്റിയതുമെന്നും അറിയുന്നു. എന്തായാലും 20ഓളം പേർക്ക് മാത്രമാണ് നിലവിൽ പരിക്കേറ്റത് എന്നാണ് നമുക്ക് അവിടുത്തെ പ്രാദേശികമായിട്ട് അറിയാൻ കഴിയുന്നത്. ശരി, ശ്യാം പ്രസാദ് ഉത്തമനാണ് വിവരങ്ങൾ നൽകിയത്. എറണാകുളം കോതമംഗലത്തെ അടിവാട് എന്ന സ്ഥലത്ത് ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുകയായിരുന്നു. അവിടുത്തെ ഗ്യാലറി തകർന്നു വീണാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. അപകടത്തിൽ 20ഓളം പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. പക്ഷേ പരിക്ക് ഗുരുതരം അല്ല എന്നാണ് അറിയാൻ കഴിയുന്നത്.